2020 ഫെബ്രുവരി 10 വന്നു കഴിഞ്ഞാൽ നമുക്ക് G-TECൻ്റെ 19ാമത്തെ ആനുവൽ ഡേ ആണ്. ഈ 19 വർഷത്തിൽ G-TECൻ്റെ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ള എല്ലാ എ ക്ലാസ് ബി ക്ലാസ് ടൗണുകളിലും നമുക്ക് ആരംഭിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഏകദേശം 240ഓളം സ്ഥാപനങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളം കൂടാതെ നമുക്ക് ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റുകളായിട്ടുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഛത്തീസ്ഗഡ്, പിന്നെ UP, ഡൽഹി, ഇങ്ങനെയുള്ള പല മറ്റ് ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്കും G-TECൻ്റെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സിംഗപ്പൂർ, അതേപോലെ മലേഷ്യ, ഇപ്പോൾ റീസെൻ്റ്ലി കംബോഡിയ, അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള പിന്നെ UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള സാംബിയ, ഘാന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനും അവിടെയൊക്കെ തന്നെ ഇതേപോലുള്ള നല്ല ക്വാളിറ്റി കോഴ്സുകൾ നടത്താനും ഒക്കെ തന്നെ G-TECന് പറ്റിയിട്ടുണ്ട്. നമ്മളെ സ്റ്റുഡൻസാണ് നമ്മളെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡേഴ്സായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഞാനൊക്കെ തന്നെ ഒരുപാട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ ഇപ്പം നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് G-TEC എന്ന് പറയുന്ന സമയത്ത് അവരെന്നെ ഇങ്ങോട്ട് പറയും ഞാൻ G-TECലാണ് പഠിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ അഭിമാനമുള്ള, കാരണം വലിയ വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ എൻ്റെ ഈ യാത്രകൾക്കിടയിലൊക്കെ തന്നെ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ നമ്മളെ ഒരു സ്ഥാപനത്തിൽ പഠിച്ച് അവർക്ക് നല്ലൊരു ജോലി കിട്ടിയതിലൊക്കെ തന്നെ അവരെക്കാളും കൂടുതൽ ശരിക്കും പറയുന്ന സന്തോഷം നമുക്കാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ G-TEC സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം 3000ഓളം പേര് നമ്മളെ G-TEC സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അധ്യാപകരായിട്ടുണ്ട്. ഇവരോടൊക്കെ തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവർ അതാത് സ്ഥാപനങ്ങളിൽ നടത്തുന്ന നല്ല ട്രെയിനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ലൊരു സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ 19 വർഷത്തിനുള്ളിൽ നമുക്ക് ഏകദേശം 1.8 മില്യൺ, അതായത് 18 ലക്ഷം കുട്ടികളെ നമുക്ക് ഈ IT, അതേപോലെ IT-യോട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലേസ്മെൻറ്റിനാണെങ്കിലും ശരി, നമുക്ക് ജോബ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഡിവിഷൻ ഉണ്ട്. നമ്മളൊരു CSR ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ₹1 പോലും ആരെടുത്തും കളക്ട് ചെയ്യാതെ ഏകദേശം 2000ഓളം കമ്പനികളായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. നമ്മളെ G-TECൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ജോബ്സ് ബാങ്കിൽ നമ്മളെ ഓരോ സ്റ്റുഡൻറ്റും രജിസ്റ്റർ ചെയ്യപ്പെടും. ഇതേപോലെ നടക്കുന്ന നമ്മളെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ, അതേപോലെയുള്ള ജോബ് ഫെയറുകളിലൊക്കെ തന്നെ അവർക്ക് സൗജന്യമായിട്ട് പങ്കെടുക്കാം. അതിന് ആസ് എ കമ്പനി എന്നുള്ള നിലയ്ക്ക് ₹1 വരെ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്തുനിന്ന്, ഒരു കമ്പനീൻ്റെ അടുത്തുനിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി നമ്മളൊരു ഫ്രീ സർവീസായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. കാരണം നമ്മളെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുക, അവർക്ക് നല്ലൊരു ജോലി കിട്ടുന്ന രീതിയിലേക്കുള്ള അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ കഴിഞ്ഞ 19 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് പേര് G-TECൽ ജോലി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ കുടുംബങ്ങളുടെ ഒക്കെ തന്നെ പ്രാർത്ഥനകൾ G-TECൻ്റെ ഉയർച്ചയിൽ വലിയൊരു അസറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മളെ സ്ഥാപനങ്ങളിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഫ്രഷ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളും ലൈഫ് ടൈം മെമ്പർഷിപ്പ് കാർഡ് വരെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ടെക്നോളജി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 5 വർഷം മുമ്പേ പഠിച്ച ടെക്നോളജി അല്ല ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് 5 വർഷം മുന്നേ പഠിച്ച കുട്ടികൾക്കാണെങ്കിലും ഏത് സമയത്തും നമ്മളെ സ്ഥാപനങ്ങളിൽ വന്നിട്ട് റെഫ്രഷ് ചെയ്യാനുള്ള വലിയൊരു സൗകര്യം ഈ ലൈഫ് ടൈം മെമ്പർഷിപ്പ് കാർഡിലൂടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്.